ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വാനോസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബിരിഞ്ചിയാണ്. അതും സാധാരണ നമ്മൾ ഇറച്ചിയും ബീഫൊക്കെ അല്ല ബിരിഞ്ചിയായിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റിക്ക് വെജിറ്റേറിയൻ ബിരിഞ്ചി ആട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, തക്കാളി എന്നീ വെജിറ്റബിൾസ് ആണ് നമ്മൾ ഇട്ടെടുക്കുന്നത്. അതൊന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളും പിന്നെ ഉപ്പും ഒക്കെ ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. ഇത് നമ്മൾ പിന്നെ ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുകയാണെങ്കിൽ പറയുന്നതാണ്. കാരണം ഇന്ന് അത്രയും തിരക്ക് പിടിച്ചൊരു പണി ആയതുകൊണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. പിന്നെ നമ്മൾ ബിരിഞ്ചിയൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് പിന്നെ വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ബിരിഞ്ചി തയ്യാറാക്കിയെടുക്കുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അല്ലേ. പിന്നെ വെജിറ്റബിൾസിൻ്റെ ആയതുകൊണ്ടിട്ട് ചിലർക്കൊന്നും അറിയണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചോളൂ കേട്ടോ, നമ്മൾ റെസിപ്പി ഇടുന്നതാണ്. ബിരിഞ്ചിക്ക് പറ്റുന്ന ഏറ്റവും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള കറി എന്ന് വെച്ചത് ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബീഫ് കറി റെഡിയാക്കിയിട്ടുണ്ട്, പിന്നെ പരിപ്പ് കറി, പിന്നെ അതുപോലെ കടുമാങ്ങ റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ബൈ.